തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഞങ്ങളെ സൃഷ്ടിച്ച ഉന്നതനും അത്യുത്കൃഷ്ടനുമായ ദൈവമേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠമായ ഉണ്മയെ സ്തുതിച്ച് ഏറ്റുപറയുന്നു. സ്വർഗീയ പിതാവിന്റെ വചനമായ പുത്ര, നിന്റെ രക്ഷയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. നിന്ദ്യമായ മണ്ണിൽ നിന്ന് തിരുമുൻപാകെ സ്തുതിക്കാൻ ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ റൂഹായെ ഞങ്ങൾ പുകഴ്ത്തുന്നു. മേടമാസം 6-ാം തീയതി വെള്ളിയാഴ്ച നീ ആദാമിനെ സൃഷ്ടിച്ചു. അവൻ മഹിമയോടെ ഉല്ലസിപ്പാനും മാലാഖമാർക്ക് ചാർച്ചക്കാരനാകുവാനും നീ അവന് പറുദീസായിൽ വാഴിച്ചു. ഭൂമിയിലുള്ള സകലത്തിന്റെയും ആധിപത്യം വെള്ളിയാഴ്ച നീ അവന് നൽകി. എന്നാൽ 3 മണിക്കവൻ മോഹനീയമായ പഴത്തിന്റെ അടുത്തു ചെന്ന് അത് വെമ്പലോടെ പറിച്ച് ഭക്ഷിച്ച് താൻ നഗ്നനാണെന്ന സത്യം മനസ്സിലാക്കി ലജ്ജിച്ചു. ആദാമേ, ആദാമേ, നീ എവിടെ പോകുന്നു എന്ന ദൈവത്തിന്റെ ഗംഭീര വിളി അവൻ കേട്ടു. എന്റെ നാഥ, നിന്റെ ശബ്ദം കേട്ടു ഞാൻ ഒളിച്ചിരിക്കുകയാണ് എന്ന് മുഖലജ്ജയോടെ അവൻ ഉത്തരം പറഞ്ഞു. നീ കോപിച്ച് അനുസരണയില്ലാത്ത ദാസ, നീ നിന്റെ അവകാശം വിട്ട് മുള്ളു നിറഞ്ഞ ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് പോകുക എന്ന് അവനോട് കൽപ്പിച്ചു. ഈ വെള്ളിയാഴ്ച അവൻ കർത്തൃകൽപ്പനയാൽ ബഹിഷ്കരിക്കപ്പെട്ടു. അവന്റെ സഹായത്തിനായി സൃഷ്ടിക്കപ്പെട്ട ഹവ്വായോടുകൂടെ ദുഃഖകരമായ ജീവിതത്തിലേക്ക് അവൻ തള്ളപ്പെട്ടവനായി തീർന്നു. നിന്റെ രാജകീയ പ്രതിച്ഛായ നശിച്ചു പോകുന്നത് നിന്റെ കൃപ സമ്മതിക്കാത്തതിനാൽ നിന്റെ സ്വരൂപമായ മനുഷ്യന്റെ രക്ഷയ്ക്കായി വചനമായ നാദ്യന്തനെ നീ നിയോഗിച്ചു. പാപരഹിതനായ നിന്റെ വ്യാപാരങ്ങൾ നിറവേറ്റി ആദാമിനെ രക്ഷിക്കാൻ വെള്ളിയാഴ്ച തന്നെ കുരിശാരോഹണത്തിന് ഒരുങ്ങിച്ചെന്നു. ഒരു ദുഷ്ടനെ പോലെ നിന്നെ ഹന്നായുടെ ഭവനത്തിൽ ബന്ധനസ്ഥനാക്കി. കുറ്റക്കാരനെ പോലെ വടികൊണ്ടടിച്ചു. ബലഹീനനെ പോലെ നീ തൂണിൽ കെട്ടിപ്പിടിച്ചു. പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ വെച്ച് കുറ്റക്കാരനെ പോലെ നിന്നെ കൊലപ്പെടുത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. വെള്ളിയാഴ്ചയാകാം സൃഷ്ടിക്കപ്പെട്ടു. മേടമാസം 14-ാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ നാഥനായ മിശിഹാ തമ്പുരാൻ നമുക്ക് വേണ്ടി ജഡത്തിൽ പീഡയനുഭവിച്ച് നമ്മെ രക്ഷിച്ചു. വെള്ളിയാഴ്ച മിശിഹാ തമ്പുരാൻ ആദാമിന്റെ മക്കളായ അശുദ്ധരിൽ നിന്ന് തുപ്പലേറ്റു. വെള്ളിയാഴ്ച മൃഗങ്ങളും ജന്തുക്കളും അവയ്ക്ക് പേരിട്ടു കിട്ടുന്നതിനായി തലകുനിച്ചുകൊണ്ട് ആദാമിന്റെ മുൻപിൽ ഒരുമിച്ചുകൂടി. വെള്ളിയാഴ്ച യൂതന്മാരുടെ രാജാവേ വിജയിച്ചാലും എന്നപഹസിച്ചുകൊണ്ട് യേശുവിനെതിരായി സഭ കൂടി. ബാശാനിലെ അനേകം കാളകളും കാളക്കുട്ടികളും എന്നെ ചുറ്റി വളഞ്ഞു എന്ന് ദാവീദ് പറഞ്ഞത് അങ്ങനെ നിറവേറി. വെള്ളിയാഴ്ച ആദാമിന്റെ തലയിൽ രാജകീയ കിരീടം വയ്ക്കപ്പെട്ടു. ആദം മഹിമയോടെ പ്രശോഭിച്ചുകൊണ്ട് പറുദീസായിൽ 3 മണിക്കൂർ ഇരുന്നു. നമ്മുടെ കർത്താവ് ആദാമിന്റെ മക്കളായ മണ്മയരുടെ അടിയേറ്റുകൊണ്ട് 3 മണിക്കൂർ നേരം ന്യായസ്ഥലത്ത് നിന്നു. വെള്ളിയാഴ്ച ഹവ്വ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ അടുക്കലേക്ക് ചെന്നു. വെള്ളിയാഴ്ച 6-ാം മണിക്ക്
ജീവവൃക്ഷമാകുന്ന മിശിഹാ തമ്പുരാൻ കുരിശിന്മേൽ കയറി. വെള്ളിയാഴ്ച ഹവ്വ ആദാമിന് മരണകരമായ പഴം പറിച്ച് കൊടുക്കുകയും അവനത് തിന്നുകയും ചെയ്തു. വെള്ളിയാഴ്ച ജനങ്ങൾ നമ്മുടെ കർത്താവിന് കാടിയും കൈപ്പൊതിയിലും നീട്ടിക്കൊടുക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച ആദാം നഗ്നനായി 3 മണിക്കൂർ നേരം പറുദീസായിലായിരുന്നു. വെള്ളിയാഴ്ച മിശിഹാ തമ്പുരാൻ 3 മണിക്കൂർ നേരം നഗ്നനായി കുരിശിന്മേൽ കിടന്നു. വെള്ളിയാഴ്ച മരണമുള്ളവരായ മൺമയരുടെ മാതാവായ ഹവ്വ ആദാമിന്റെ ഇടത്തുഭാഗത്തു നിന്ന് പുറപ്പെട്ടു. വെള്ളിയാഴ്ച ജീവന്റെ കാസായും ആത്മീയ പാനീയവും മിശിഹാ തമ്പുരാന്റെ വിലാവിൽ നിന്ന് പുറപ്പെട്ടു. വെള്ളിയാഴ്ച ആദാമും ഹവ്വായും പാപം ചെയ്തു. വെള്ളിയാഴ്ച അവരുടെ പാപം ക്ഷമിക്കപ്പെട്ടു. വെള്ളിയാഴ്ച അവരിരുവരുടെയും കണ്ണുകൾ തുറക്കപ്പെട്ട് തങ്ങൾ നഗ്നരാണെന്നറിഞ്ഞു. വെള്ളിയാഴ്ച സത്യപ്രകാശം അവർ കുതിക്കുകയും അവർ പുതിയ ജീവൻ നേടുകയും ചെയ്തു. വെള്ളിയാഴ്ച ദുരാഗ്രഹിയായ മരണം അവരുടെ മേൽ വാഴ്ച നടത്തി. വെള്ളിയാഴ്ച മിശിഹാ വഴി മരണത്തിന്റെ അധികാരം പോയി. വെള്ളിയാഴ്ച ആദാമും ഹവ്വായും ദുഃഖത്താൽ തലതാഴ്ത്തിക്കൊണ്ട് പറുദീസായിൽ നിന്ന് പുറപ്പെട്ടു. വെള്ളിയാഴ്ച കുരിശടയാളം അവരെ സന്തോഷത്തോടെ പറുദീസായിലേക്ക് തിരികെ കൊണ്ടുപോന്നു. വെള്ളിയാഴ്ച മിശിഹാ തമ്പുരാൻ മഹത്വത്തിന്റെ വസ്ത്രമഴിച്ചു കളഞ്ഞു. ആദാമും ഹവ്വായും വൃക്ഷങ്ങളുടെ ഇടയിൽ വെച്ച് ഒഴിഞ്ഞുകളഞ്ഞ മഹത്വാങ്കി അവരെ ധരിപ്പിച്ചു. വെള്ളിയാഴ്ച മിശിഹാ തമ്പുരാൻ സാത്താനെ നാണിപ്പിച്ച് അവന്റെ സൈന്യങ്ങളെ ലജ്ജിപ്പിച്ചു. വെള്ളിയാഴ്ച പറുദീസായുടെ വാതിൽ അടയ്ക്കപ്പെട്ടു. തങ്ങൾ അധപ്പതിച്ച് നിന്ദ്യന്മാരായി തീർന്നതിനാൽ ആദാമും ഹവ്വായും അവിടെ നിന്ന് പുറപ്പെട്ടുപോയി. വെള്ളിയാഴ്ച പറുദീസായുടെ വാതിൽ തുറക്കപ്പെടുകയും വലതുഭാഗത്തെ കള്ളനദിലേക്ക് കടക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച പറുദീസ സൂക്ഷിക്കാൻ ക്രോബേന്മാർക്ക് മൂർച്ചയുള്ള വാൾ കൊടുക്കപ്പെട്ടു. വെള്ളിയാഴ്ച മിശിഹാ തമ്പുരാൻ കുന്തം കൊണ്ടുള്ള കുത്തേറ്റ് മൂർച്ചയുള്ള വാൾ ഒടിച്ചു. ശത്രുതയാകുന്ന വേലി പൊളിച്ചു. വെള്ളിയാഴ്ച ആദാം പുരോഹിതനും ദീർഘദർശിയുമായി തീർന്നു. വെള്ളിയാഴ്ച യൂദന്മാരിൽ നിന്ന് രാജത്വവും പൗരോഹിത്യവും ദീർഘദർശനവും എടുത്തുകളഞ്ഞു. വെള്ളിയാഴ്ച ആനന്ദകരമായ പറുദീസായിൽ നിന്ന് ആദാം ശാപഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയി. വെള്ളിയാഴ്ച മിശിഹാ തമ്പുരാൻ മണ്ണിൽ ഉറങ്ങിക്കിടന്നവരുടെ അടുത്തേക്ക് ഇറങ്ങി. പാപമൊഴികെയുള്ള എല്ലാ മാനുഷിക വ്യാപാരങ്ങളും മിശിഹാ തമ്പുരാൻ നിറവേറ്റി. മരണത്തെ താൻ ബലാൽ ജയിച്ചു. പാപത്തെ ശിക്ഷയ്ക്ക് വിധിച്ചു. ആദാമിനെ സംസ്കരിക്കുകയും മൽക്കിസദേക്ക് പൗരോഹിത്യ ശുശ്രൂഷ നടത്തുകയും അബ്രഹാം പുത്രനെ ബലി കഴിക്കാൻ ഒരുമ്പെടുകയും ചെയ്ത സ്ഥലത്ത് തന്നെ നമ്മുടെ രക്ഷകനായ യേശു തമ്പുരാന്റെ കുരിശുമരം നാട്ടി. രഹസ്യപൂർണമായ ചോരയും നീരും ആദാമിന്റെ വായിലേക്ക് ഇറ്റിറ്റു വീണു. നമ്മുടെ അടുക്കൽ നമുക്ക് വേണ്ടി താൻ ചെയ്ത വ്യാപാരത്തിനു വേണ്ടി നാം തനിക്കും തന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ഹോശോ വബകുലിസ്വാൻ ലവൽ മീൻ.